നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ആൻഡ് തുർക്കിഷ്, ഡയമണ്ട്, റോസ് ഗോൾഡ്, പ്ലാറ്റിനം കളക്ഷൻ, കേരള മോഡൽ, ട്രഡീഷണൽ, ബോംബെ, കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, വിവാഹ പർച്ചേസിന് പ്രത്യേക ആനുകൂല്യം. ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ഫോൺ 049224629169 9037917916. വാർത്തകൾ വിശദമായി. ചെമ്മാട് ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി നാളെ മുതൽ ഗതാഗത പരിഷ്കാരം നിലവിൽ വരും. രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗത്തിലുയർന്ന ശുപാർശകൾ പ്രകാരം റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് അംഗീകരിച്ച നടപടികൾക്ക് അന്തിമ രൂപമായി. കൊടിഞ്ഞി റോഡ് ജംഗ്ഷൻ, കോഴിക്കോട് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ പരസ്യ ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യും. ചെമ്മാട് ടൗണിൽ രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലും മറ്റുമുള്ള മത്സ്യക്കച്ചവടം അടക്കമുള്ള അനധികൃത തെരുവ് കച്ചവടങ്ങൾ പൂർണ്ണമായും നിരോധിക്കും. ചെമ്മാട് ടൗണിൽ ഖദീജ ഫാബ്രിക്സിന് മുൻവശമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിലായുള്ള പാർക്കിംഗ് ഏരിയ നിലവിലുള്ള വെള്ളവരയിൽ നിന്നും 2 മീറ്റർ പുറകിലേക്ക് മാറി മഞ്ഞവര വരയ്ക്കുകയും നോ പാർക്കിംഗ് എന്ന് തറയിൽ എഴുതി വയ്ക്കുകയും പാർക്കിംഗ് പരിമിതപ്പെടുത്തുകയും ചെയ്യും. ചെമ്മാട് ടൗണിലെ ജംഗ്ഷനുകളിലും ആവശ്യമായ മറ്റു സ്ഥലങ്ങളിലും നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുകയും ഈ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. കോഴിക്കോട് റോഡ് ജംഗ്ഷനിലെയും ദർശന ടെക്സ്റ്റൈൽസിന് മുന്നിലെയും ഖദീജ ഫാബ്രിക്സിന് മുന്നിലെയും ഇരുവശങ്ങളിലുമുള്ള അനധികൃത ബസ് സ്റ്റോപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ഈ സ്ഥലങ്ങളിൽ നിർത്തുന്ന ബസ്സുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ സ്ഥലങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കും. കൊടിഞ്ഞി റോഡിൽ രജിസ്ട്രേഷൻ ഓഫീസിന് മുൻവശത്തുള്ള ബസ് സ്റ്റോപ്പ് നിലനിർത്തും. കോഴിക്കോട് റോഡിൽ നിലവിലുള്ള അനധികൃത ബസ് സ്റ്റോപ്പുകൾ ഒഴിവാക്കി LIC ഓഫീസിന് മുന്നിലായി പുതിയ ബസ് സ്റ്റോപ്പ് സ്ഥാപിക്കും. കോഴിക്കോട് ജംഗ്ഷനിൽ കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് നിലവിൽ സ്ഥാപിച്ച സ്ഥലത്ത് തന്നെ നിലനിർത്തുകയും ഈ സ്ഥലത്ത് ബസ്സുകൾ നിർത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും. കോഴിക്കോട് ജംഗ്ഷനിൽ പരപ്പനങ്ങാടി റോഡിലുള്ള ഓട്ടോ സ്റ്റാൻഡ് 20 മീറ്റർ പുറകിലേക്ക് മാറ്റുകയും ഓട്ടോറിക്ഷകൾ പരമാവധി സൈഡിലേക്ക് ചേർത്ത് നിർത്തുന്നതിന് നടപടി സ്വീകരിക്കുകയും ചെയ്യും. ദർശന ജംഗ്ഷനിൽ പരപ്പനങ്ങാടി റോഡിലുള്ള ഓട്ടോ സ്റ്റാൻഡ് 20 മീറ്റർ പുറകിലേക്ക് മാറ്റുകയും ഓട്ടോറിക്ഷകൾ പരമാവധി സൈഡിലേക്ക് ചേർത്ത് നിർത്തുന്നതിന് നടപടി സ്വീകരിക്കുകയും ചെയ്യും. കൊടിഞ്ഞി റോഡ് ജംഗ്ഷനിലും പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള ഓട്ടോ സ്റ്റാൻഡ് അവിടെ നിന്നും മാറ്റി പോലീസ് സ്റ്റേഷനിലേക്കുള്ള റോഡിൻ്റെ പടിഞ്ഞാറേപ്പുളിയിലേക്ക് മാറ്റും. ഈ സ്ഥലത്ത് ഓട്ടോ സ്റ്റാൻഡ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്യും. ചെമ്മാട് പരപ്പനങ്ങാടി റോഡിൽ കോഴിക്കോട് ജംഗ്ഷനിൽ കുന്നുമ്മൽ കോംപ്ലക്സിന് മുന്നിൽ നിന്നും തൃക്കുളം സ്കൂൾ വരെയും കൊടിഞ്ഞി റോഡ് ജംഗ്ഷൻ മുതൽ ദർശന ജംഗ്ഷൻ വരെയും താൽക്കാലിക ഡിവൈഡറുകൾ വൈകാതെ സ്ഥാപിക്കും. പരപ്പനങ്ങാടി ഭാഗത്തു നിന്നും വരുമ്പോൾ പത്തൂർ ഹോസ്പിറ്റലിന് മുന്നിലും തൃക്കുളം സ്കൂളിന് മുന്നിലുമുള്ള 2 ബസ് സ്റ്റോപ്പുകൾ മാറ്റി കിസാൻ കേന്ദ്രത്തിന് മുന്നിലായി പുതിയ ബസ് സ്റ്റോപ്പ് സ്ഥാപിക്കും. ഈ സ്ഥലത്ത് ബസ് സ്റ്റോപ്പ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്യും. പാരലൽ സർവീസ് നടത്തുന്ന ട്രക്കർ വാഹനങ്ങൾ പരപ്പനങ്ങാടി റോഡിൽ തൃക്കുളം സ്കൂളിന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റും. നോ പാർക്കിംഗ് സ്ഥലങ്ങളിൽ നിർത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ള എല്ലാ വാഹനങ്ങൾക്കുമെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. ചെമ്മാട് ടൗണിൽ പാരലൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. ചെമ്മാട് ടൗണിലെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നതിന് പുറത്തേക്ക് പോകുന്നതിന് ഇന്ന് ഔട്ട് ബോർഡുകൾ സ്ഥാപിക്കും. താജ്, ഐശ്വര്യ ഓഡിറ്റോറിയങ്ങളിലും യാറ സൂപ്പർ മാർക്കറ്റിലും വരുന്ന ആളുകളുടെ വാഹനങ്ങൾ സ്ഥാപനങ്ങളിൽ തന്നെ പാർക്ക് ചെയ്യുന്നതിനും ഈ സ്ഥാപനങ്ങളിൽ തിരക്കുള്ള ദിവസങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ജീവനക്കാരെ നിയമിക്കുന്നതിനും സ്ഥാപന ഉടമകൾക്ക് നോട്ടീസ് നൽകും. കോഴിക്കോട് റോഡ് ജംഗ്ഷനിലും കൊടിഞ്ഞി റോഡ് ജംഗ്ഷനിലും തിരക്കുള്ള സമയങ്ങളിൽ ഹോം ഗാർഡിനെയോ പോലീസിനെയോ നിയമിക്കും. ചെമ്മാട് ടൗണിൽ നിലവിലുള്ള പേ പാർക്കിങ്ങുകളുടെ ഫീസുകൾ ഏകീകരിക്കുന്നതിനായി പേ പാർക്കിംഗ് ഉടമകളുടെ യോഗം ചേരുവാനും യോഗത്തിൽ തീരുമാനമായിരുന്നു. ഇപ്രകാരമാണ് ചെമ്മാട് ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി നാളെ മുതൽ നടപ്പിലാക്കുന്ന ഗതാഗത പരിഷ്കാരം. ഇവ പാലിക്കാത്തവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുവാനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.